Hatred between Zelensky and Putin, tremendous hatred. I mean, it's a shame, but it's taken longer than we thought. I did call up President Putin, and he's agreed. He's put it out too. They have the same cold wave that we do. Maybe different because it's pretty far away, but it's the equivalent. And Ukraine's a very cold country. It's much colder than us. It's colder than, they say, on average, it's Canada or colder. And on top of that, they have a tremendous cold wave. And I asked him if he wouldn't shoot for a period of 1 week, no missiles going into Kiev or any other towns, and he's agreed to do it. So it's something. യെസ്, ഐസണോട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ഐസൺ, ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുക്രൈനെതിരായ സൈനിക നീക്കങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കും എന്നാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കൃഷ്ണപ്രിയ, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചും അതുപോലെ തന്നെ ട്രംപിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അദ്ദേഹം വളരെ വിശദീകരിച്ച് പറയുന്നത്, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അതിശൈത്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ യുക്രൈനിൽ കാനഡയേക്കാൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാൾ കടുത്ത ശൈത്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ അവിടെ ഈ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയാണ് റഷ്യ ലക്ഷ്യം വയ്ക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തിരുന്നത്. സ്വാഭാവികമായും ഹീറ്റിംഗ് സംവിധാനങ്ങളും അതുപോലുള്ള ഈ സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്നു പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കാനാവാത്തൊരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ അടിയന്തരമായി ചില റെസ്ക്യൂ വർക്കേഴ്സും അതുപോലെ തന്നെ എമർജൻസി വർക്കേഴ്സും ഈ വൈദ്യുത പുനഃസ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച സമയം ഈ കടുത്ത തണുപ്പുള്ള കാലം വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും വീണ്ടും വൈദ്യുതോൽപാദനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം പോലും, അല്ലെങ്കിൽ ഈ കടുത്ത ശൈത്യത്തെ നേരിടാൻ ജനങ്ങൾക്ക് സാധ്യമാവുക. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരാഴ്ചത്തേക്ക് ആക്രമണം നിർത്തിവെക്കണമെന്നൊരു ആവശ്യം ട്രംപ് പുടിനോട് ആവശ്യപ്പെട്ടത്. പുടിൻ ഇക്കാര്യം അംഗീകരിച്ചതായും ഒരാഴ്ചത്തേക്ക് പുടിന്റെ ഭാഗത്തു നിന്ന് യുക്രൈനിൽ യാതൊരു തരത്തിലുള്ള ആക്രമണം ഉണ്ടാകില്ല എന്ന നിലപാട് അറിയിക്കുകയും ചെയ്തു. ഈ അടുത്ത ദിവസങ്ങളിലാണ് യുക്രൈനിലെ പലയിടങ്ങളിലും, അതായത് ഖനിത്തൊഴിലാളികൾ സഞ്ചരിച്ച ഒരു ബസ്സിന് നേരെ ആക്രമണമുണ്ടായി, ഒരു ഹോസ്പിറ്റലിന് നേരെ ആക്രമണം ഉണ്ടായി. ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസം പോലും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വെടിനിർത്തൽ സാധ്യമാക്കണം എന്നൊരു നിലപാട്. വെടിനിർത്തൽ എന്ന് സാങ്കേതികമായി പറയാൻ സാധിക്കില്ലെങ്കിലും ഒരാഴ്ചത്തേക്ക് ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ട്രംപിന്റെ ആവശ്യത്തെ പുടിൻ അംഗീകരിക്കുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഒരാഴ്ചത്തേക്ക് യുക്രൈനിൽ ആക്രമണം നടത്തരുത് എന്ന ട്രംപിന്റെ ആവശ്യത്തോട് പുടിൻ അനുകൂലമായി പ്രതികരിച്ചുവെന്നും സെലൻസ്കി ഇക്കാര്യം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇനി ഒരാഴ്ച കാര്യമായ ഒരു ആക്രമണം പുടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മറ്റൊരു പ്രശ്നം കൂടി ഉയർന്നു വരുന്നത്, പുടിൻ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി മോസ്കോയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പുടിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നതാണ്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരാഴ്ചത്തേക്ക് വലിയ പ്രശ്നങ്ങളില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും ഈ അതിശൈത്യത്തെ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ യുക്രൈനെ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള നീക്കമുണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണപ്രിയ.